ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്നും അതിലൊരു വിഭാഗം വോട്ടുകൾ BJPക്ക് വരെ പോയിട്ടുണ്ടെന്നും പാർട്ടി സെക്രട്ടറി പരസ്യമായി തന്നെ സമ്മതിക്കുന്നു. BJPയുടെ BDJS കൂട്ടുകെട്ട് വഴിയാണ് ആ വോട്ട് ചോരുന്നതെന്നും പാർട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. ചോർച്ച അടയ്ക്കാൻ അനുനയമല്ല, അടച്ചു വിമർശിക്കലാണ് ഗോവിന്ദൻ മാഷ് സ്വീകരിച്ചിരിക്കുന്ന രീതി. BDJSനെ അല്ല, ആ പാർട്ടിയുടെ പിതാവ് SNDP യോഗ നേതൃത്വത്തിനാണ് പഴി. ജയ് BDJS. അവന്മാരെ അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി അയച്ചിട്ട് നീ ഇപ്പൊ അവരുടെ അടുത്ത് കൂടിയല്ലേ? കൂടിയതല്ല, കൂടി പോയതാ. SNDP BDJSുമായിട്ട് ബന്ധപ്പെട്ട് BJPയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജന്റായി പ്രവർത്തിക്കുകയാണ്. ആ BDJSിലേക്ക് പോയിട്ടുള്ള ആളുകളെ BJPയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് മുമ്പ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷമായി SNDPയുടെ പ്രമുഖ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്രാവശ്യം BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഒരു മിത്രമായ അകത്ത് കയറി അവരുടെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക, എന്നിട്ട് വേണ്ടതിന് പുറത്തിറക്കാം. അത് നടത്തിയില്ലെങ്കിൽ നിന്റെ കഥ ഞാൻ കഴിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ഉൾച്ചേർന്നു നിൽക്കുന്ന ഒരു പുതിയ കാവ്യവൽക്കരിക്കപ്പെടുന്ന രാജ്യമാവണം എന്ന പ്രചരണം നടത്തുന്ന BJPയിൽ കെട്ടാനാണ് ശ്രമം. ജയ് BDJS. ഇവരെല്ലാം ഒന്നിച്ച് നമ്മൾ പോവുകയല്ല ഇടതുപക്ഷ പ്രസ്ഥാനമായിട്ട്. ഈ കിളവിനെ എന്തിനാണ് പിടിച്ച്, SNDPനെ എന്തിനാണ് പിടിച്ച് വെള്ളത്തിലുള്ളത്? എന്നിട്ട് ഇവർ സുഖമായിട്ട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാൽ ശരിയാണോ? അതാണ് ആ മര്യാദ. വള്ളം മുങ്ങാൻ നേരത്ത് കിളവിനെ അല്ല വെള്ളത്തിൽ പിടിച്ചു വേണ്ടത്. അത് ഒന്നിച്ച് നീങ്ങാനുള്ള ശൈലിയും പ്രവർത്തനവും എവിടെ പറ്റി അപകടം എന്ന് ചിന്തിച്ച് പ്രായോഗികമായി പ്രവർത്തിക്കേണ്ടതിന് പകരം ദിവസം SNDP ചീത്ത പറയാണ്. SNDPയുടെ ഈ തെറ്റായ രീതിയെ ദാർശനികമായ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ പ്രവണതയെ ശാക്തിയായിട്ട് വിമർശിച്ചുകൊണ്ടല്ലാതെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. ஜோக்கர் இருந்தா நான் டிக் அடிச்சிருப்பேன். அதான் உன்ன அடிச்ச കുട്ടികളെല്ലാം ഒരു എന്റർടൈൻമെന്റ്. ഈ ഗോവിന്ദ മാഷാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഗോവിന്ദ മാഷ് തിരുത്താൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആരും പറഞ്ഞാൽ തിരുത്തുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയാത്ത പിള്ളയ്ക്ക് ചൊറിയുമ്പോഴേ അറിയാൻ സാധിക്കുള്ളൂ. ജയ് BDJS. രാഷ്ട്രീയ നിരീക്ഷണത്തിലും പ്രവചനത്തിലും സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശൻ. സംസ്ഥാനത്ത് NDAക്ക് വോട്ട് കൂടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് ഗുണമാകും എന്ന തിയറിയാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വയ്ക്കുന്നത്. LDF വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്നതിലൂടെ LDFന് ലഭിക്കുന്ന ഗുണം മനസ്സിലാക്കാം. പക്ഷേ LDF വോട്ടുകൾ തന്നെ ചോരുന്നതിൻ്റെ ബേജാറാണ് ഗോവിന്ദൻ മാസ്റ്ററിനെന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കണം. അവർക്കെല്ലാം കഹാറല്ലേ എന്നും ജയിക്കുന്നത്. അവിടെയും LDFന്റെ ഐശ്വര്യം NDA. അവിടെ എന്ത് പറ്റി? IGSR നിന്നു NDA സ്ഥാനാർത്ഥിയായിട്ട് അതൊരു 10,000 വോട്ട് പിടിച്ചിട്ട് പോയി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ CPMന്റെ സ്ഥാനാർത്ഥി പുഷ്പം പോലെ ജയിച്ച്. അപ്പോൾ പലയിടത്തും ജയിച്ചതിൻ്റെ നോക്കുന്നുള്ളത് ഭൂരിപക്ഷം കൂടിയതിൻ്റെ കണക്ക് നോക്കും. അവിടെ എല്ലാം LDFന് ഐശ്വര്യം NDA. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. അതേ ഇവരുടെ ഐശ്വര്യം ദോഷം വരുന്നത് ആർക്കാണ്? UDFനാണ്. അത് താൻ പറഞ്ഞിട്ട് വേണോ ഞാൻ അറിയാൻ? UDFന് കാലനും NDFക്ക് ഐശ്വര്യമാണ്. യോഗ നേതൃത്വത്തിന് മാത്രമല്ല വിമർശനം. ലീഗ് ഇത്തവണ കടുപ്പത്തിൽ മുസ്ലിം സാമുദായിക വോട്ട് UDFനായി സമാഹരിക്കുന്നതിൽ മുന്നിൽ നിന്നതിലൂടെ LDFന് കിട്ടേണ്ട വോട്ടും നഷ്ടമാക്കിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI തുടങ്ങിയ വേണ്ടാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ലീഗ് നശിച്ചു പോയിരിക്കുന്നു എന്നാണ് ഗോവിന്ദൻ മാഷിൻ്റെ മറ്റൊരു പരാതി. മുമ്പൊരിക്കൽ ലീഗിന് നൽകിയ നല്ല സർട്ടിഫിക്കറ്റ് മാഷ് തിരിച്ചെടുക്കുകയാണ്. മുസ്ലിം ലീഗിനെ നിയന്ത്രിക്കുന്ന, നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യയശാസ്ത്രം SDPയുടെയും ജമാഅത്ത് ഇസ്ലാമിൻ്റെയുമായി മാറുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ അപകടകരമായ ഒരു കാര്യം. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്നാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നാണ് ഞങ്ങൾ കണ്ടത്. നമ്മൾ രേഖയിലൊക്കെ അങ്ങനെ വിശദീകരിച്ചത്. അല്ലാണ്ട് അത് വർഗീയ പാർട്ടിയാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. ഈ വർഗീയ ശക്തികളുമായിട്ട് ചേരാൻ മുസ്ലിം ലീഗിന് ഒരു മടിയുണ്ടായില്ല എന്ന് മാത്രമല്ല, അല്ലാണ്ട് അത് വർഗീയ പാർട്ടിയാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേരളത്തിലെ മുസ്ലിം അണികളെ, മുസ്ലിം ലീഗിന്റെ അണികളെ പ്രത്യയശാസ്ത്രപരമായ ഉള്ളടക്കത്തോടെ നയിച്ചത് മുസ്ലിം ലീഗല്ല,
ജമാഅത്ത് ഇസ്ലാമിന്റെ പോപ്പുലർ ഫ്രണ്ടും SDP-യുമാണ് എന്നുള്ളതാണ്. ഒന്നും കാണാൻ പാടില്ലെന്നാണ് ആദ്യം പറഞ്ഞത്. അല്ല മാധവൻ എനിക്ക് ഏത് ഇരുട്ടത്തും തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കറക്റ്റ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇവിടുന്ന് വോട്ടാണ് പോകുന്നതെങ്കിൽ മറ്റുള്ള പാർട്ടികളിൽ നിന്ന് പ്രവർത്തകരെയാണ് CPM തേടുന്നത്. തിരുവല്ലയിൽ നിന്ന് വന്നതുപോലെ അല്പം പിശകുള്ള പ്രവർത്തകരെയും സ്വീകരിക്കും. പാർട്ടി ക്ലാസ് കൊടുത്ത് നന്നാക്കും. പക്ഷെ കുറച്ച് സമയമെടുക്കും. പാർട്ടി ക്ലാസ്സിൽ പഠിച്ചു തീരണ്ടേ? ഞങ്ങളെ കൂട്ടത്തിൽ നിരവധി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. RS എന്നല്ല വരുന്നത്, BJP എന്നല്ല വരുന്നത്. അതിന്റെ തനി സ്വരൂപങ്ങളായിരിക്കും വരിക. സിലബസ് ആദ്യം താഴേന്ന് തുടങ്ങാം. ആദ്യം ലുക്ക് സെറ്റായാൽ പകുതി സെറ്റായി. അങ്ങനെ വരുന്നവരെ സംസ്കരിക്കണം. അതിന് കുറച്ച് സമയം പിടിക്കും. ഷർട്ട് ഫുൾ കൈ ആണെങ്കിൽ മുട്ടിന് മുകളിൽ നിൽക്കണം കൈയുടെ മടക്ക്. വീഡിയോ, തീപ്പെട്ടിയോ, തുളസിയോ, ശംഭുവോ ഉണ്ടെങ്കിൽ വെക്കാമല്ലോ. വരുന്നവരെ കമ്മ്യൂണിസ്റ്റാക്കി രൂപപ്പെടുത്തണ്ടേ? അതിന് കുറച്ച് സമയം പിടിക്കും. വൈരുദ്ധ്യാത്മക ഭൗതികവാദം, വിത്തം, കഫം എന്നൊക്കെ പറഞ്ഞ പിള്ളേര് ട്രോളും. പകരം ഫാസിസം, ഭരണഘടന, ആവിഷ്കാര സ്വാതന്ത്ര്യം, ഹാഷ്ടാഗ് എന്നൊക്കെ മതി. ഞങ്ങളുമായി സഹകരിക്കാൻ RSSന്റെയും കോൺഗ്രസിന്റെയും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ആ വരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കുന്നു. മുണ്ടേച്ചേ അയ്യേ എന്താ ഇതിവിടെ പറ്റില്ല. കാക്കി ഞാൻ ഡെമോ കാണിച്ചു തരാം. എന്നെ ശ്രദ്ധിക്കൂ. കണ്ട അവരെ നല്ല പോലെ തിരുത്തണം. തിരുത്തി കുറച്ച് സമയം പിടിക്കും. കണ്ണ് തെറ്റിയതും നല്ല ഘോര മദ്യപാനത്തിനാണുള്ള സഹാക്കൾ. ക്ലേശം പേടിക്കണ്ട. പാർട്ടി എതിരല്ല. ഒരുപാട് പേരുടെ അന്നമാണ് മദ്യം. സത്യം. സർക്കാരിന്റെ ഊർജവും.